ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദന. പ്രാണൻ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്നിടയ്ക്ക് തോന്നിപ്പോകും. അത്രമാത്രം മുറിവേറ്റിരിക്കുന്നു. അർദ്ധപ്രാണനായി ആ വഴിയരികിൽ കിടക്കുമ്പോൾ അയാൾ പലതും ഓർത്തു. മരണത്തിന്റെ പേടിപ്പിക്കുന്ന തണുപ്പ് അയാളെ പൊതിഞ്ഞു. യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്കുള്ള യാത്ര ഈ വിധം ആപത്തിലേക്കായിരിക്കുമെന്ന് അയാൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല. യാത്രാമധ്യേ വിജനതയിൽ അക്രമകാരികളായ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ഇനി മരണം തന്നെ എന്നുറപ്പിച്ചു. അവരേൽപ്പിച്ച മുറിവിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അയാൾ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞരങ്ങിക്കൊണ്ട് താഴേക്ക് തന്നെ കിടക്കേണ്ടി വന്നു. ഇതൊരു പക്ഷേ ജീവിതത്തിന്റെ അവസാനമാകാം. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ഇവിടം കൊണ്ട് തീരുമായിരിക്കും. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലുകൾ ഒഴുകിയിറങ്ങി. അല്പം മുമ്പ് ഒരു പുരോഹിതൻ വഴി വന്നപ്പോൾ കരുതി ഒരു സഹായം ലഭിക്കുമെന്ന്. പക്ഷേ സന്മനസ് വാക്കിൽ വർണ്ണിക്കാൻ എളുപ്പവും പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ പ്രയാസവുമാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് കരുണ പോലും കാണിക്കാതെ കടന്നുപോയി. പുരോഹിതനെ കൂടാതെ ആ വഴി കടന്നുപോയ ലേവ്യനും താനൊരു മനുഷ്യനാണെന്ന് പരിഗണിക്കാതെ തന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ നിഷ്കരണം നടന്നകന്നു. ശരീരത്തിന്റെ അതിവേദനയോടൊപ്പം ഹൃദയത്തിനും കഠിനമായ വേദന തോന്നി. ആശയ്ക്ക് വകയില്ല എന്ന മട്ടിൽ അയാൾ കണ്ണുകൾ അടച്ചു. എത്ര സമയം കടന്നുപോയി എന്നറിയില്ല. നനുത്ത ഒരു കരസ്പർശം അറിഞ്ഞുകൊണ്ടാണ് ഉണർന്നത്. ആയാസപ്പെട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടു തന്റെ അരികിലിരുന്ന് മുറിവുകളിലേക്ക് എണ്ണയും വീഞ്ഞും പകരുന്ന ഒരു മനുഷ്യനെ. ആരാ എന്താ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തന്റെ മനസ്സലിവോടെയുള്ള ശുശ്രൂഷ നൽകിയ ആശ്വാസത്തിൽ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കണ്ടാലറിയാം, ശമരിക്കാരനാണ്. മുറിവുകളെല്ലാം കെട്ടി വാഹനത്തിൽ കയറ്റിയപ്പോൾ മനസ്സിൽ വല്ലാത്ത ശാന്തത കൈവന്നു. തന്നെ അവിടെ ഉപേക്ഷിച്ചു കളഞ്ഞില്ലല്ലോ. തന്റെ അല്പപ്രാണന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. വഴിയമ്പലത്തിലെത്തിയപ്പോൾ 2 വെള്ളിക്കാശും കൊടുത്ത് തന്നെ അവിടെ ഏൽപ്പിക്കുമ്പോൾ അധികം വല്ലതും ഉണ്ടെങ്കിൽ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ വാക്കുകൾ എത്രയോ ആശ്വാസപ്രദമായിരുന്നു. പേരും പെരുമയും ധനമഹിമയും കുലമഹിമയും ജാതിയും നോക്കി സ്നേഹവും അനുകമ്പയും കാണിക്കുന്ന ഈ ഭൂമിയിൽ അതൊന്നും കാര്യമാക്കാത്ത ഒരുവൻ, പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ സഹായിച്ചൊരുവൻ. സുഖം പ്രാപിക്കുമ്പോൾ ചിലവിട്ടതെല്ലാം തിരികെ തരണം എന്ന് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ള മനുഷ്യരെ പോലെ ഒരാളായി അയാൾ മാറുമായിരുന്നു. എന്നാൽ താൻ ചെയ്ത പ്രവൃത്തിയിൽ തൃപ്തനായി അയാൾ മടങ്ങുമ്പോൾ മരണത്തിൽ നിന്നും പ്രാപിച്ച വിടുതൽ തനിക്ക് ലഭിച്ച ദാനമാണെന്ന് യാത്രക്കാരൻ മനസ്സിലാക്കുകയായിരുന്നു. യാത്രക്കാരന്റെ മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചു: അയാൾ നല്ല ശമരിക്കാരൻ, നല്ല സ്നേഹിതൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിത വഴിത്തിരിവിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം വേദനകളാൽ മുറിവേറ്റിരിക്കുകയാണോ? നല്ല സ്നേഹിതനായ യേശുവിൻ്റെ അൻപിൻ കരം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. സ്വന്തം പ്രാണൻ നമുക്കായി നൽകിയ ഈ സ്നേഹത്തെക്കാൾ വലിയതായി ഒന്നും തന്നെയില്ല. ഈ നല്ല സ്നേഹിതനെ കണ്ടുമുട്ടുവാൻ ഏവർക്കും ഇടയാകട്ടെ. ആമേൻ.